എല്ലാം വാസ്തവമായവരെ താല്പര്യം സന്തോഷത്തോടെ സ്നേഹിതത്തോടെ സ്നേഹിക്കുകയും ലോകത്തിന്റെ നിയമങ്ങളാക്കി ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകും. ശിശുക്കളെ വരുമാനത്തിൽക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുള്ളൂ. എന്നാൽ ആരാധന പങ്കുകൊള്ളുന്നവരെ സന്തോഷത്തോടെ ആരാധനയിലേക്ക് കുഞ്ഞുമാതാവിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പൈതങ്ങളെ സ്നേഹിക്കുകയും വാത്സല്യത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ക്രിസ്തുവെ, അങ്ങ് ആരാധിക്കുവാനും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നൽകിയിരിക്കുന്ന അഭ്യർത്ഥിക്കുന്നു. ബാലജനായ ആരാധനയ്ക്ക് നൽകുവാൻ ബാലകരായ ഞങ്ങളുടെ മക്കളെ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിലേക്കായ സ്തോത്രം. ഈ ആരാധനയിലൂടെ അങ്ങയുടെ ദിവസാനത്തെ അനുഭവിക്കുവാനും സ്വർഗീയ ശബ്ദം ശ്രമിക്കുവാനും അടിയനയിക്കണമേ എന്ന സമർപ്പണത്തിന്റെ അനുഭവത്തിലായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആരാധനയിൽ ഓരോ ഭാഗങ്ങളിൽ നടത്തുന്ന കുഞ്ഞുങ്ങളെ അവിടെ ശക്തീകരിക്കണമേ. ഈ ആരാധന ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ കൃപയും കരുതലും ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമെന്ന് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ചേർന്ന പദ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിരുന്നില്ല, എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടത്തിയില്ല എന്നുള്ള യേശുനാഥന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. ശിശുവിനുള്ള നിഷ്കളങ്കതയും നീതിബോധവും നിർമ്മലതയും നമ്മൾ സൂക്ഷിക്കുന്നവരാണ്. സ്വർഗ്ഗരാജ്യത്തിൽ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിൽ ഒരുപക്ഷെ നാം പരാജയപ്പെട്ടു. എങ്കിലും ഫലമൊത്തമായ അനുഭവത്തോടും കുറ്റബോധത്തോടും കൂടി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ 4 അല്ലാ പ്രാർത്ഥന ചൊല്ലാം. 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 4 അല്ലാ പ്രാ
അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വന്തമാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുന്നു. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന്റെ ജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ നമുക്കായി നൽകിയ സർവശക്തനായ ദൈവം ക്രിസ്തു മുഖാന്തരം നമുക്ക് പാപക്ഷമയും പുതുജീവിതത്തിന്റെ സാധ്യതയും പരിശുദ്ധാത്മാവിന്റെ കൃപയും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. പൊതുവായ സ്തോത്രം. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. സ്നേഹവാനായ ദൈവമേ, തിരുകൃപയാൽ ഇതേവരെ ഞങ്ങൾ അനുഭവിച്ച എല്ലാ ദൈവിക കരുതലുകൾക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ആത്മീയ ദാനങ്ങൾക്കായി ശിശുക്കൾക്കും അവിടുന്ന് സ്വർഗരാജ്യം അവകാശമാക്കിയിരിക്കുന്നതിനായി സ്നേഹവാത്സല്യത്തോടെ ഞങ്ങളെ പരിപാലിക്കുന്ന മാതാപിതാക്കൾ, അധ്യാപകർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, മറ്റു പ്രിയപ്പെട്ടവർക്കായി ബാലജന സംഘടനയിലൂടെയും സഭയിലെ മറ്റു കൂട്ടായ്മകളിലൂടെയും പുതുതലമുറയ്ക്ക് ലഭ്യമാകുന്ന ആത്മീക പരിപോഷണങ്ങൾക്കായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീകവും ഭൗതികവും മാനസികവുമായ എല്ലാ നന്മകൾക്കായി ശിശുക്ഷേമ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും അതിനു പിന്നിൽ അധ്വാനിക്കുന്നവർക്കും നമുക്ക് ഒരുമിച്ചിട്ടുള്ള കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠ്യപുസ്തകത്തിലെ 132 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 132. Amen.
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഭാഗ്യവചനങ്ങൾ നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. ആരാധനക്രമം 21 കുറവ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശുദ്ധത അയക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് എപ്രകാരം ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ. ആമേൻ. ആരാധനക്രമം 22 പുറത്ത് കാണുന്ന സ്നേഹവചനങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയെ സംസാരിച്ചാലും ഞാൻ മുഴുവൻ എനിക്ക് ഇരിക്കാം. ഒരുപാട് നാളുകൾ വായിച്ചു. വായിക്കുവാനായി നിശ്ചയിച്ചിരിക്കുന്ന പഴയനിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 6 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്ന പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാപ്പുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവൻ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയെ അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാറാപ്പുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് പൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു.
വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാനെന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടി ഇവരെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. ക്രിസ്ത്യാനി സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൽ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമായി ഉത്പത്തിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കഷ്ടപ്പെട്ടു, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നിരുന്നവരെ മരിച്ചവരെ ഞാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് കൽപ്പന വണക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തയും സ്നേഹവാനുമായ നിങ്ങൾ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ കത്തി ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസം അങ്ങയെ സത്യത്തിനും ആത്മാവിലും ആരാധിക്കാൻ ഞങ്ങളെ അങ്ങയുടെ ആലയത്തിൽ കൊണ്ടുവന്ന അങ്ങയുടെ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാഗജന ഞായർ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ ബാലകരായ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിലൂടെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാനും സ്വർഗീയ ശബ്ദം ശ്രവിക്കാനും പൂർണ്ണ സമർപ്പണത്തോടെ ആയിരിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണം. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന സഭാ ശുശ്രൂഷകനെയും സഹശുശ്രൂഷകനെയും സഭാ കമ്മിറ്റിയെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. സഭയെ ആത്മീയമായി പരിപോഷിപ്പിക്കുവാൻ ആവശ്യമായ സ്വർഗീയ പരിജ്ഞാനത്താൽ ഇവരെ നിറയ്ക്കണമേ. വചനം സംസാരിക്കുന്നവരെ മകളെ ഉത്പാദത്തിൽ പരമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് വചനം സംസാരിക്കുവാൻ സഹായിക്കണമേ. തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണം, മാനിച്ച് വഴി നടത്തണം. ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഭാരത്തോടും കണ്ണീരോടും അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗീയ വിടുതൽ നൽകി പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. CSA സഭക്കായി എല്ലാ മഹായിടവകൾക്കായി പ്രത്യേകിച്ച് ദക്ഷിണ കേരള മഹായിടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അഭിമന്യം, മോഡറേറ്റർ, തിരുമേനി, സിനഡ് ഭാരവാഹികൾ, മഹായിടവക ഭാരവാഹികൾ എന്നിവരുടെ പ്രവർത്തനം സഭയുടെ വളർച്ചയ്ക്ക് സഹായകരമാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഉള്ള മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറിമാരെയും കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ശക്തമായ എതിർപ്പുകൾ നേരിടുന്ന മിഷണറിമാരെ സ്വർഗീയ ദുരിതത്താൽ ദൂതന്മാരാൽ കാത്ത് പരിപാലിക്കണമേ. അന്ധകാരത്തിലായിരിക്കുന്ന ജനത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഇവരുടെ പ്രവർത്തനം മൂലം ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ സംഘടനകളെയും നേതൃത്വം നൽകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സഭയുടെ കൂട്ടായുള്ള പ്രവർത്തനം വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സമൂഹത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം വിവിധ സാഹചര്യങ്ങളാൽ അനാഥരായി കഴിയുന്ന കുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം ഒന്നും ലഭിക്കാതെ അനേകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ സമൃദ്ധിയിലേക്ക് നടത്തണമേ. അവരുടെ ഭാവി ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി നൽകണമേ. മാരകമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അണിപ്പാടുള്ള കരം തൊട്ട് സൗഖ്യമാക്കണമേ. സന്തോഷവും സമാധാനവും ഇല്ലാതെ മാനസികമായി ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ ദൈവമേ. അങ്ങയുടെ വചനത്താൽ ശക്തീകരിച്ച് ബലപ്പെടുത്തി സ്വർഗീയ സന്തോഷത്താലും സമാധാനത്താലും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കണമേ. മുതിർന്നവരെ ബഹുമാനിപ്പാനും അനുസരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു വിധത്തിലുമുള്ള തെറ്റായ പ്രലോഭനങ്ങളിലോ ചതിക്കുഴികളിലോ വീണുപോകാതെ അങ്ങയുടെ തങ്കച്ചിറകിൽ കീഴിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഇന്ന് ഈ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം ഉള്ളതിനായി സ്തോത്രം. വന്നു പോയിട്ടുള്ള കുറവുകൾ
കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. തുടർന്നുള്ള സമയവും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചു വന്നതുപോലെയല്ല, അങ്ങയുടെ വചനത്തിൽ നിന്ന് ഇരട്ടി നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോകാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.
ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ മക്കളാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിലുള്ള ആരാധനയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മക്കൾ സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ പഠിച്ചു വളരുന്ന മക്കളാണ്. ഇതാണ് നമ്മുടെ സഭയിലുള്ള ടെക്നോളജിയൊക്കെ അവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങളറിയുന്ന തരത്തിൽ നമ്മുടെ പ്രസംഗങ്ങളെക്കാളുപരി കൊച്ചു കൊച്ചു ഷോർട്ട് ഫിലിംസും കൊച്ചു കൊച്ചു നല്ല മോറൽ ലെസൺസ് കൊടുക്കുന്ന കഥകളൊക്കെയാണ് കുഞ്ഞു മക്കൾക്ക് ഏറെത്തേക്ക്. അത് നമുക്ക് പ്രിയങ്കരമാണല്ലോ. പൊതുവുള്ള പ്രസംഗം കേൾക്കുന്നതിന് മുമ്പായി ഒരു ചെറിയൊരു സ്കിറ്റ് കാണാനായിട്ട് പോകും. ചെറിയ ഗുണപാഠമാണ് നമ്മളിതിലൂടെ കുഞ്ഞു മനസ്സുകളിലേക്ക് കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, വ്യാപകമായി കൊറോണ സമയത്ത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പല സഭകളിലും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം കാണാം. അതിനുശേഷം സ്നേഹമുള്ള ഡോക്ടർ ശ്രീമതി ഷെറിൻ നമ്മോട് സംസാരിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ മക്കൾക്ക് ആവശ്യം വേണ്ടുന്ന പഠനങ്ങളൊക്കെ നൽകിയത് പ്രിയപ്പെട്ട കൊച്ചമ്മയാണ്. കൊച്ചമ്മയുടെ നേതൃത്വത്തിൽ പാദപ്രസംഗം വളരെ ഭംഗിയായി നടന്നു വരുന്നു. ഇന്ന് നമുക്ക് ആവശ്യം വേണ്ടുന്ന വചനം നൽകാനായി സ്നേഹമുള്ള കൊച്ചമ്മയും സ്നേഹപൂർവ്വം ക്ഷണിക്കും. തന്റെ പെയിന്റ് തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ സ്ഥാപിച്ചു. എന്നിട്ട് ഒരു കുറിപ്പ് ആ ചിത്രത്തോടൊപ്പം എഴുതിച്ചു. ഈ പെയിന്റിംഗിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ അവിടെ ഒരു അടയാളം. വൈകുന്നേരം പെയിന്റിംഗ് പരിശോധിക്കാൻ ഈ ചിത്രകാരന്റെ ഹൃദയം പക്ഷെ പറഞ്ഞു. നൂറുകണക്കിന് അടയാളങ്ങളാണ് കാഴ്ചക്കാർ ആ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. തെറ്റ് കണ്ടാൽ അടയാളപ്പെടുത്താനല്ലേ പറഞ്ഞു. എല്ലാവരും തെറ്റുപിടിച്ചു, ഓർമ്മ എന്നിട്ട് അത് അവിടെ വരച്ചു കുത്തിയും അടയാളപ്പെട്ടു. തന്റെ കഴിവിലുള്ള വിശ്വാസം ചോർത്തുപോയ ആ അന്നത്തോടെ പെയിന്റിംഗ് തന്നെ നിർത്തി. മാസങ്ങൾ കഴിഞ്ഞു ആ സംഭവം ഉണ്ടാക്കിയ ക്ഷാമത്തിൽ നിന്ന് അവന് പുറത്തു കളയാൻ കഴിഞ്ഞില്ല. ഇതിനകത്ത് വിഷമം തോന്നിയ അയാളുടെ അമ്മ അവനോട് ഒരു പുതിയൊരു ആശയം പങ്കുവച്ചു. അതേ ജംഗ്ഷനിൽ വീണ്ടും പെയിന്റിംഗ്. ഇത്തവണ കുറച്ചുകൂടി വ്യത്യസ്തമായ കുറിപ്പായിരുന്നു ചിത്രകാരൻ സാധിച്ചു. അവൻ വേഗത്തിൽ മികച്ചൊരു പെയിന്റിംഗ് പൂർത്തീകരിച്ചു. രാവിലെ അതേ ജംഗ്ഷനിൽ പെയിന്റിംഗ് പൂർത്തിച്ചു. കുറിപ്പായി ഇങ്ങനെ വിളിച്ചു: ഈ പെയിന്റിംഗിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തുന്നത് അത് തിരിച്ചു. വൈകുന്നേരം പെയിന്റിംഗ് പരിശോധിക്കാൻ യുവചിത്രകാരൻ അമ്മയും ജംഗ്ഷനിൽ വീടുന്നു. രണ്ടുപേരും അത്ഭുതപ്പെട്ടു. പെയിന്റിംഗ് രാവിലെ സ്ഥാപിച്ച അതുപോലെ തന്നെ ആരും ഒരു തിരുത്തും അടയാളപ്പെടുത്തിയില്ല. ആരും മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. മകന്റെ സന്തോഷം കണ്ട് അമ്മ പറഞ്ഞു: മകനെ, ലോകത്തിന്റെ നിയമം വിമർശിക്കുക, കളിയാക്കുക, ഇതെല്ലാം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതേത് മനുഷ്യൻ വേഗത്തിൽ സാധിക്കും. ഇതിന്റെ തെറ്റും കുറവും കണ്ടെത്താൻ ആർക്കാണ്. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ക്രിയാത്മകമായ പിന്തുണ നൽകാൻ, തെറ്റുകളെ ശരിയിലേക്ക് നയിക്കാൻ, സ്വയം മെച്ചപ്പെടുത്താൻ കഴിവോ അറിവോ ഇല്ലാത്തവർ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്താനും അവരെ അപമാനിക്കാനും മാത്രം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരക്കാരുടെ അഭിപ്രായത്തെ ഒരിക്കലും നമ്മുടെ തെറ്റുകൾ ഉയർത്തിക്കാട്ടുന്ന ശബ്ദങ്ങളെയല്ല, മികവിനായി പരിശ്രമിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന മനുഷ്യരെ മാത്രം പരിഗണിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാരെ വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ, നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയുന്ന കുറച്ച് മനുഷ്യർ. അവരെ കൊണ്ട് മാറ്റുന്നില്ല. പക്ഷേ നിങ്ങളിൽ കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം കൃത്യമായി നിങ്ങളെ പറയാതെ എന്ത് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നു പറഞ്ഞ് നിങ്ങളെ പ്രതിനിധിയുടെ തീരെ അറിയിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ. സോ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കഴിവിനെ കെട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നവരെയും ചെയ്തവരെ അന്വേഷിക്കുക. യഥാർത്ഥ വളർച്ചയ്ക്കായി നിങ്ങളെ സഹായിക്കുന്നവർ അഭ്യർത്ഥിക്കുക മാത്രമല്ല, നിങ്ങളുടെ കഴിവിനെ കൂടുതൽ മികവുള്ളതാക്കാൻ സഹായിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ വിളിച്ചുകൊടുത്താൽ വിമർശകരെ അനുവദിക്കരുത്. മനസ്സു മനസ്സല്ലാത മാറുന്ന നാൾ മുതൽ മനസ്സിൽ നീ വരുമോ അരുമനാഥ. മനസ്സു മനസ്സല്ലാതായി മാറുന്ന നാൾ മുതൽ
ഈ മക്കൾക്ക് എൻ്റെ വാക്കുകളോ സന്ദേശങ്ങളോ ഒന്നും ആവശ്യമില്ല. അങ്ങ് ഇവരോട് സംസാരിക്കണം. ഈ കുഞ്ഞു മക്കളുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അങ്ങ് ആ ഭാഷയിൽ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും, ആശീർവദിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദ്യമേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന എൻ്റെ മഹോന്നതനായ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നതാണ്. അടുത്തതായിട്ട് ഞങ്ങളുടെ വേദിയിലായിരിക്കുന്ന 2 അച്ഛന്മാരുണ്ട്. ഞങ്ങളെ വളരെ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും നിയന്ത്രിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശം തന്ന, ഞങ്ങളുടെ പ്രാർത്ഥനകൾ വഹിച്ച് ഞങ്ങളുടെ കൂടെ ഞങ്ങളോടുകൂടെ ആയിരിക്കുന്ന അച്ഛന്മാരെയും അവരുടെ ഭവനത്തെയും മക്കളെയും എല്ലാം ദൈവം ആശീർവദിക്കട്ടെ. അവർക്കും ഞാൻ നന്ദി പറയുവാണ്. ഇവിടെ കമ്മിറ്റി നിങ്ങൾ കൊയർ, എൻ്റെ കുഞ്ഞു മക്കൾ, പാരൻസ് എല്ലാവരെയും എനിക്ക് ഇവിടെ നിൽക്കുവാനായിട്ട് ഒരവസരം ഒരുക്കി നിങ്ങൾക്ക് ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലൂടെ കടക്കട്ടെ. ഇവിടെ നമ്മൾ കേട്ടതിന് പ്രകാരം അടിയനിത ഞാൻ നോക്കിയോട്ടെ. ഇതിന്റെ സന്ദർഭം എന്താണ് എന്നതാണ് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ടുള്ളത്. ആദ്യം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോടാണ് സംസാരിക്കാനായിട്ടുള്ളത്. അതിനുശേഷം എന്ത് കാരണം നമ്മൾ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കൂടുതൽ. പക്ഷേ ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ആദ്യം ഞാൻ അവരോട് സംസാരിക്കും, അത് കഴിഞ്ഞ് ഞാൻ പാരൻസിനോട് സംസാരിക്കും. അവരെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ ചെയ്യാമെന്ന്. അതിനുശേഷം നമ്മുടെ സഭ ഒന്നേകം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കും. ആദ്യമായിട്ട് എനിക്ക് മക്കളോട് പറയാനുള്ളത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നതാണ്. നമ്മൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന സമയം നമുക്കറിയാം, ഈ ഉള്ളം കൈ നമ്മുടെ കയ്യിലുണ്ട്. ഈ കയ്യെ നിലനിർത്തിയിരിക്കുന്നത് വിരലുകളാണ്, 5 വിരലുകളാണ്. ഈ സ്ഥലം എല്ലാവരും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അത് എങ്ങനെ ഇരിക്കും എന്നത്. നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഉള്ളം കൈയിൽ വഹിച്ചിരിക്കുക എന്ന്. ആദ്യം നാം നന്ദി പറയേണ്ടത് നമ്മുടെ ദൈവത്തിനാണ്. കാരണം അവൻ നമ്മെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു, വരച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നാം ആദ്യം നന്ദി പറയേണ്ടത് ദൈവത്തിന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം. അടുത്തതായിട്ട് ഈ തമ്പ് വിരല തള്ള വിരൽ കൊണ്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ പാരൻസ്, നമ്മുടെ സഹോദരങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും, നമ്മെ ചേർത്ത് നിൽക്കുന്നവർ, നമ്മുടെ കസിൻസ്, നമ്മുടെ ബ്ലഡ് റിലേഷൻസ്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തതായിട്ട് നമ്മുടെ ചൂണ്ടുവിരല, നമ്മുടെ ചൂണ്ടി വഴി നടത്തുന്നവർ, നമ്മുടെ സഭാ ശുശ്രൂഷകർ, നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, നമ്മളെ ആരൊക്കെയാണോ നമ്മളെ വഴി നടത്താനായിട്ട് നമ്മുടെ പാതയിലോട്ട് നയിക്കുന്നവര്, അവരെ അത് ലീഡിങ് അവരെ നയിക്കുന്നതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് ദ ഹൈറ്റ്സ്, നല്ല പൊക്കത്തിലുള്ള ഫിംഗറാണ്. ഈ ഫിംഗർ വളരെ നീളമുള്ള ഫിംഗറാണ്. ഉയരങ്ങളിൽ ഉന്നതങ്ങൾ സ്ഥാനീയരായിരിക്കുന്നവർക്ക്, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുഖ്യമന്ത്രി, നമ്മുടെ ഉന്നത സ്ഥാനീയരായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നവരുണ്ട്. അവർക്ക് ജ്ഞാനവും വിവേകവും കിട്ടുവാനായിട്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് റിംഗ് ഫിംഗറാണ് മോതിരവിരൽ. മോതിരവിരൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ വളരെ ആലംബരായിട്ട് ആരും സഹായമില്ലാതെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലറുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ആയിരിക്കുന്ന മക്കളുണ്ട്. നമ്മുടെ ചർച്ചിലുണ്ട്, ചുറ്റുപാടുണ്ട്, രാഷ്ട്രത്തിലുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് പിങ്കി ഫിംഗറാണ് നമ്മുടെ കുഞ്ഞു വിരല. ഈ വിരല് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ്. അവസാനമായിട്ടാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ വിരൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മളെല്ലാവരും മറന്നു പോകുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമ്മുടെ ലോകത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയും, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നിങ്ങൾ മറക്കാതിരിക്കേണ്ട കാര്യം നമുക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടുത്ത ചിന്തയോടുകൂടി നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ പ്രയോജനകരമായിരിക്കും. അടുത്തതായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു ജനിച്ച കുഞ്ഞു വരെ എൻ്റെ ക്ലാസ്സിൽ വേണമെങ്കിൽ മേ ബി 6 months ആയ കുഞ്ഞുങ്ങൾ, 3 months ആയതൊക്കെ വന്ന് അമ്മമാർ വെച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഒരു 13-14 years വരെയുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. കുഞ്ഞ് ജനിച്ച് അവരെങ്ങനെയാണ്, പലപ്പോഴും നമുക്ക് ഈ അറിവ് കിട്ടിയിരിക്കില്ല. മോസ്റ്റ് പ്രോബബ്ലി നമ്മളത് ചെയ്യുന്നുണ്ട്.
ഏറ്റവും പ്രയോജനകരമായിട്ട് മാറും. 8 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ നിങ്ങൾ ചിന്തിച്ചാൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതുപോലെ കുട്ടിക്ക് അപ്പനോട് മകൾക്കൊരു സ്നേഹവും അമ്മയോട് മകനൊരു സ്നേഹവും ഉണ്ടാവും. അത് നമ്മൾ വളരെ കാര്യമായിട്ട് എടുത്ത്, കാരണം ഇടയ്ക്കിടയ്ക്ക് മോൻ്റെ അടുക്കളയിൽ ഒരു അമ്മ വെള്ളം ദാഹിക്കുന്നു, അതാണ് ഇതാണെന്ന് ഒരുപോലെ എക്സ്ക്യൂസ് പറഞ്ഞ് അമ്മയെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. ആ സമയം കുട്ടിയെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ തന്നേലേ ഉള്ളൂ വെള്ളം, ഓടിക്കോളോ എന്ന് പറയും. പക്ഷേ ആ ടൈം കഴിഞ്ഞു പോയാൽ നമുക്ക് അവനെ ക്യാരക്ടർ മോഡിഫിക്കേഷൻ ആയിട്ട് പറ്റില്ല. കാരണം ആ സമയം അപ്പനോട് കുഞ്ഞിന് അറിയാതെ ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് വരുന്ന ഏജാണ്. ആ സമയം നമ്മൾ വളരെ വ്യക്തമായിട്ട് കുട്ടിയെ അറിയണം. 13 തൊട്ട് 19 വരെ എന്ന് പറയുന്ന ടീനേജാണ്. ഈ സമയം നമ്മുടെ എല്ലാ രീതിയിലും കുഞ്ഞിനോട് പറയേണ്ട രീതിക്ക് ഏത് ശക്തവുമായ ഭാഷയിൽ പറയുവാനായിട്ട് നമുക്ക് കഴിയണം. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ കിട്ടുന്നത് ഈ ഏജുള്ള കുഞ്ഞാണ്. ഈ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യേണ്ടത് ഞാനെന്ന് 1 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയാണ് ഓൾമോസ്റ്റ് അവരെ മോൾഡ് ചെയ്യേണ്ട സമയം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലോട്ട് കിടക്കാം. യെശയ്യാവ് എല്ലാവർക്കും വായിക്കുന്നുണ്ടല്ലോ. യെശയ്യാവ് 6:8 വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, നമുക്ക് വേണ്ടി പോകും എന്ന് കേൾക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. വളരെ മനോഹരമായ ദിവസം. ഞാൻ ആഗ്രഹിച്ചതാണ് എന്റെ കുഞ്ഞുങ്ങൾ നാളെ ദേവാലയത്തിൽ എത്താനായിട്ട് അവർ ആഗ്രഹിക്കണം. നാളെ സൺഡേ ആയിരുന്നെങ്കിൽ മേബി ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സന്തോഷം അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ വളരണം. നമ്മുടെ ടെക്നോളജികൾ വളരെ മോശമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചർച്ചിന് മാത്രം അതിന് മാറ്റം വരുത്തിയിട്ടില്ല, മാറ്റം വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം പ്രസംഗിക്കുന്നത് നമുക്ക് വേണ്ടിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ലിറ്ററസിക്ക് മാറ്റം വരുത്തണം. അവരുടേതായ ഭാഷയിൽ സംസാരിക്കാനായിട്ട് കഴിയണം, അച്ഛൻ പറഞ്ഞതുപോലെ. അതുകൊണ്ട് മാത്രമാണ് വളരെ ഞാൻ പ്രയാസത്തിലായിരുന്നു എന്നൊക്കെ നിങ്ങൾ അറിയും. പക്ഷെ ഞാൻ അതെല്ലാം വകവച്ചില്ല. മേബി എനിക്ക് പറ്റില്ല എന്ന് തോന്നി, എന്നാൽ പറ്റും, എത്ര പ്രയാസങ്ങൾ അതൊന്നും അറിയാതെ വരില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് ഇതെഴുതിയ യെശയ്യാവിന്റെ കാലഘട്ടത്തില്, ഏതൊക്കെ കാലഘട്ടത്തിലാണ് യെശയ്യാവ് പ്രവചനം നടത്തിയതെന്ന് നിങ്ങൾക്കറിയാം. 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ഉസിയാവ്, യോഥാം, ആഹാവ്, യെഹസ്കിയാവ്. 4 പേരുടെ കാലത്തില് വലിയ പ്രവാചകന്മാരിൽ ഒരാളാണ്. ആരൊക്കെയാണ് വലിയ പ്രവാചകന്മാർ? യെശയ്യാവ്, യിരെമ്യാവ്, യെഹസ്കേൽ, ദാനിയേൽ. ഇതിലൊരാളാണ് വളരെ അർത്ഥവത്തായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു യെശയ്യാവ്. പലപ്പോഴും യെശയ്യാവിന്റെ വാക്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. ചില സ്ഥാനങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോൾ അത് ഏത് തൊട്ട് ആണ് എന്ന് നിങ്ങളോട് ഞാനത് പറയും. വളരെ ശക്തയുക്തമായിട്ട് സംസാരിക്കുന്ന യെശയ്യാവ്. ആരാണ് യെശയ്യാവിന്റെ അപ്പൻ? ആമോസ്. തന്റെ ആമോസിന്റെ മകനായ യെശയ്യാവ് ഉസിയാവ് മരിച്ച ആണ്ടിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുക. 2 ദിനവൃത്താന്തം 23-ാം അധ്യായം 1 മുതൽ തീർപ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉസിയാവിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. തന്റെ 16-ാമത്തെ വയസ്സിൽ രാജാവ് തന്റെ അപ്പൻ നടന്നതുപോലെ വളരെ ഭംഗിയായിട്ട് നടന്ന മനുഷ്യനാണ്. ദൈവം 52 വർഷം സർവീസ് ചെയ്തു. പക്ഷെ അവസാനമായപ്പോൾ സഖരിയാവ് എന്നുള്ള പുരോഹിതൻ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വായിക്കും, എപ്പോഴൊക്കെ സഖരിയാവിനെ കാണുന്നോ അപ്പോഴെല്ലാം ഈ മനുഷ്യന് മാറ്റമുണ്ടായി. സഖരിയാവ് എപ്പോഴാണ് പുരോഹിതന്മാർക്ക് വളരെ വലിയ പ്രാമുഖ്യമുണ്ട്. ഇയാൾ ദൈവഭാഗത്തിൽ നിന്ന് കുറച്ച് അകലാൻ. അപ്പോഴാണ് യെശയ്യാവ് വന്നത്. തന്റെ ദേവാലയത്തിൽ ധൂപം കാട്ടുന്ന സമയം, ധൂപം കാട്ടാനായിട്ട് കയറിക്കൂടാമെന്ന് 70 പുരോഹിതന്മാർ പറഞ്ഞിട്ടും അറിയാതെ, അത് അനുസരിക്കാതെ, അറിയാതിരുന്നിട്ടും അനുസരിക്കാതെ കയറിയ ഉസിയാവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അവിടെ ഇഷ്ടം പൊങ്ങി എന്നതാണ്. ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. അതിലെ പുരോഹിതനുള്ള ശുശ്രൂഷ പുരോഹിതൻ തന്നെ ചെയ്യണം എന്ന് ഇവിടെ നമ്മളോട് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് യുസിയാവിന്റെ കാലഘട്ടം പോയപ്പോ വളരെ സങ്കടപ്പെട്ട് യെശയ്യാവ് തന്റെ പ്രതാപത്തില് എനിക്ക് സപ്പോർട്ട് ചെയ്ത രാജാവ് ഇനി ഞാൻ എന്ത് ചെയ്യും, ഒരു സിംഹാസനത്തിലിരിക്കാൻ ആളില്ലല്ലോ എന്ന് കാണുമ്പോൾ ഇവിടെ കാണുകയാണ്. നമ്മുടെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും നമുക്ക് കാണാനായിട്ട് യോഹന്നാൻ 12:40 കാണാൻ കഴിയുന്ന യെശയ്യാവിന്റെ കർത്താവ് യെശയ്യാ പ്രവാചകനിൽ ഉള്ളതുപോലെ ഈ ഇരുന്ന സിംഹാസനത്തിൽ ഉയർന്നു
പക്ഷേ ഇവിടെ പറയുവാണ് 3 പ്രാവശ്യം സ്ട്രെസ് ചെയ്യുമ്പോൾ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഇതിനപ്പുറം ഒരു വാക്ക് ഇല്ല. ആ പരിശുദ്ധന്റെ മുമ്പിൽ നിന്ന് യാഗപീഠത്തിൽ നിന്ന് തീയെടുക്കാനായിട്ട് ആർക്കും പറ്റില്ല, മാലാഖയ്ക്ക് പറ്റില്ല. ഇവിടെ അതൊന്ന് വായി തൊട്ടപ്പോ ഇനി എന്റെ ദൈവത്തിന് മനസ്സിലായി, ഇവൻ ഇനി പ്രവർത്തിച്ചപ്പോഴാണ് ഇവൻ നന്നായിട്ട് പ്രവർത്തിക്കും. ഇവന്റെ വായ് അതിമനോഹരമായിരിക്കുന്നു, ഇവന്റെ വായ് ഉപ്പിനാൽ രുചി വരുത്തുന്ന സ്വീറ്റ് ആയിരിക്കുക. ഇനി തൊട്ട് എന്റെ പ്രവചനങ്ങളിൽ പ്രവചിക്കട്ടെ. അപ്പൊ പറയുവാണ് അനന്തരം. അപ്പോഴാണ് ദൈവം പറയുന്നത്, അനന്തരം ഞാൻ ആരെ കേട്ടു? ആ നമുക്ക് വേണ്ടി പോകും, പിതാ പുത്ര പരിശുദ്ധനായ വേണ്ടി ആ നമുക്ക് വേണ്ടി പോകും എന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കേണമേ. നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്? പാപിനിയായ സ്ത്രീ. പാപിനിയായ സ്ത്രീയെ പറ്റി നമ്മൾ പറയുന്നത് കാരണം അവർക്ക് എല്ലാ കുറ്റവും യശയ്യാവ് പറഞ്ഞതുപോലെ ചുറ്റുപാടും നോക്കിയിട്ട് പറയുവാണ്. യോഹന്നാൻ 8:1 മുതൽ 11 വരെ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒരു സ്ത്രീയെ പാപത്തിൽ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വരിക. പിടിച്ചോണ്ട് വരുമ്പോ കർത്താവിനോട് നേരത്തെ ഒന്ന് പറയുവാണ്, കാര്യങ്ങളൊക്കെ നേരത്തെ അവിടെ പറഞ്ഞ് ശരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ നേരെ കാര്യമാണ്, സ്ത്രീ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. അന്ന് ഇവിടെ എന്ത് കുറ്റമാണ് ഇരിക്കുന്നത്? യേശു പറഞ്ഞു, ഇവൻ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. എല്ലാവർക്കും കല്ലെറിയാൻ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് കല്ലെറിയും. കാരണം കൂട്ടത്തിൽ നമ്മളെല്ലാം ചെയ്യും, ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ ആദ്യം കല്ലെറിയും. ഒറ്റയ്ക്ക് നിന്ന് കല്ലെറിയാൻ പാടുണ്ട്, പക്ഷെ കൂട്ടത്തിൽ നിന്ന് അറിയാൻ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരാളും കല്ലെറി, എല്ലാവരും കല്ലിട്ട്. അപ്പോ എന്റെ ദൈവം നിരത്ത് വെറുതെ എഴുതിയിരുന്ന ചിലർ പറയുന്നത് ഈ പോയവരുടെ പാപം എഴുതിയെന്നാണ്. പക്ഷെ ഞാനതിനെ അങ്ങനെയല്ല പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ഇത്രത്തോളം വിമർശനങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അന്നത്തെ സമൂഹത്തിൽ എങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. യേശു കർത്താവ് ആരോട് സംസാരിച്ചു, ആരോട് നടന്നു എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിയ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ എന്നെ കുറ്റം പറഞ്ഞാൽ അത് പത്രോസ് കടന്നു പോകുന്നു, എന്റെ മോനെ കുറ്റം പറഞ്ഞവർ, എന്റെ പാരന്റ്സിനെ കുറ്റം പറഞ്ഞവർ, എന്റെ സ്റ്റുഡൻസിനെ കുറ്റം പറഞ്ഞവരൊക്കെ പോവാ എന്ന് പറഞ്ഞ് ഞെട്ടിരുന്ന് നോക്കും. കല്ലിട്ടിട്ട് പോകുന്നു, അയ്യോ നീ പാവം ചെയ്തിട്ടുണ്ട് അല്ലെ, എന്നെ നീ എന്നിട്ട് ഇരിക്കുവാണല്ലേ എന്ന് പറഞ്ഞ് കാണാൻ നിവർത്തിരിക്കും. പക്ഷേ എന്റെ ദൈവം കമന്നിരുന്നു കുനിഞ്ഞിരുന്ന് എഴുതിയെന്ന നിരക്ക് വെറുതെ എഴുതി. ഞാനും നിങ്ങളും ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പലതും കേൾക്കുമ്പോൾ നിരക്ക് വെറുതെ കുനിഞ്ഞിരുന്ന് എഴുതണം. നമുക്ക് അങ്ങനെ ഒരു കുരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ യെശയ്യാവിന് വന്നതുപോലെ അയ്യോ എനിക്ക് കഷ്ടം എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നു. എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പോകുവാനായിട്ട് കഴിയണം. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കാര്യം പറയുക. ഒരിക്കൽ ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു പട്ടി വന്നാൽ, പട്ടി കാലിന്റെ പട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക, അവിടെ മതിൽ ഗേറ്റിനടുത്ത്. ഡോക്ടറുടെ സങ്കടം തോന്നി. ആ പട്ടിയെ വിളിച്ചോണ്ട് പലർക്കും അറിയായിരിക്കണം, പിടിച്ചുകൊണ്ട് അതിനെ ഹീൽ ചെയ്തു, മുറിവെല്ലാം ഉണക്കി ശരിയാക്കി കളഞ്ഞ് പുറത്തോട്ട് വിട്ടു. ഇത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ കുറേ പട്ടികൾ വന്ന് നിൽക്കുക, എല്ലാം അപരരും ചകരരുമായിട്ടുള്ള പട്ടികൾ വന്ന് നിൽക്കുക. അപ്പോ എന്താണ് അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും കുറവുള്ളവരാ. അതിന്റെ സന്ദേശം എന്താണ്? ഞാനും നിങ്ങളും പറഞ്ഞ ദൈവസ്നേഹത്തെ എന്റെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ മുഖാന്തരം, ബാലജന സഖ്യ മുഖാന്തരം, യുവജന മുഖാന്തരം കേട്ട വചനങ്ങളെ ഇവിടെ വന്നാൽ എനിക്കും നിങ്ങൾക്കും ആശ്വാസം കിട്ടും. എനിക്ക് മാത്രമല്ല, ഒരു ദിവസം ചോദിക്കും, ഉൽപ്പത്തി 3 ചോദിക്കുമ്പോ നീ എവിടെ, നിന്റെ സഹോദരൻ എവിടെ? ഞാൻ പറയും, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ. നീ പറഞ്ഞില്ല എന്ന് കുറ്റം പറയരുത്. നമ്മൾ പറയണം, നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമ്മൾ വന്നിരിക്കും, പക്ഷേ അവരെ ഇങ്ങോട്ട് വരുത്താനായിട്ട് ശ്രമിക്കണം. ഓരോ കുഞ്ഞുങ്ങളും ഓരോരുത്തരെ ആ മൃഗത്തിന് തോന്നിയ സ്നേഹം. കാരണം അങ്ങേടുത്ത് വന്നാൽ, ആ ഡോക്ടർക്ക് വന്നാൽ നിനക്ക് സൗഖ്യം തരും. എന്നെ സൗഖ്യമാക്കിയ ആ ഡോക്ടർ നിങ്ങളെയും സൗഖ്യമാക്കും എന്നുള്ള വചനമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നതാണ് വളരെ വലിയ കാര്യം. അനന്തരം ഞാൻ ആരെയെ കേട്ടു, ആ നമുക്ക് വേണ്ടി പോകും എന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറയാൻ പ്രാഗൽഭ്യം വേണമെങ്കിൽ നമ്മുടെ നാവില് ദൈവത്തിന്റെ ആ തീ ഇറങ്ങിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് ചിലപ്പോൾ
പറഞ്ഞു, ഞാൻ ജയിലിലായിരുന്നപ്പോൾ ഈ മനുഷ്യൻ എന്റെ സ്വന്തം മൂത്രം കുടിപ്പിച്ചിട്ടുണ്ട്, യൂറിൻ കുടിപ്പിച്ചിട്ടുള്ള മനുഷ്യനാ, എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ അടിയോളമാകിയിട്ടുണ്ട്. പക്ഷേ ദക്ഷിണാഫ്രിക്കയിലെ പ്രസിഡന്റായിട്ട് ഞാൻ ഇന്ന് അവരോധിച്ചത് എന്റെ ദൈവത്തിന്റെ ഇഷ്ടം. ഇതിനെയൊക്കെയാണ് നാം മധുര പ്രതികാരം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഇന്ന് കുഞ്ഞുങ്ങളോ നമ്മളോ ആയിരിക്കുന്ന ആ ഒരു പൊസിഷൻ നോക്കി മാർക്ക് ചെയ്യാനുള്ളവരല്ല. നാളെ ഈ കുഞ്ഞുങ്ങൾ വളരെ ഉന്നതകരമായിട്ടാണ്. അതുകൊണ്ട് നാം അവർക്ക് അതേ റെസ്പെക്ട് കൊടുത്ത് തന്നെയാണ് അവരെ നമ്മൾ പരിപാലിക്കേണ്ടത്, വളർത്തേണ്ടത്. അതുകൊണ്ട് ഈ ബാലജനശക്തനായ ന്യായം കമർന്ന് വെറുതെ എഴുതുന്നവരായിട്ട് വളരെ സൗമ്യരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കൊണ്ട് എന്താകാൻ കഴിയും, എന്താകും എന്നത് ആലോചനയായിരിക്കണം. യെശയ്യാവിനെ പോലെ തന്റെ തുടർന്നുള്ള എല്ലാ ഭാഗങ്ങളിലും ദൈവത്തിന്റെ അതിവിശുദ്ധമായ കാര്യം പ്രവചിച്ചതുപോലെ തുടർന്നുള്ള ജീവിതങ്ങളിൽ ദൈവം നമ്മെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥന ബർത്ത്ഡേ ആഘോഷിക്കുന്നവരും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരും ദൈവമായി പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോകും. പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നാടും നാടിനും നൽകുന്ന അനുദിനവും പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ പ്രിയമക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ആരെയും മുഴങ്കാലം വയ്ക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് ആശീർവദിച്ചു കൊള്ളണമേ. ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് ആശീർവദിക്കുകയാണ്. വിവാഹവാർഷികത്തിൽ കർത്താവെ, ദൈവസന്നിധിയിൽ കുടവുമായി കടന്നു വരുവാൻ കൃപകൾക്കായി ഇരട്ടിയായ നന്മ നൽകണമേ. ആവശ്യമുള്ള അനുഗ്രഹങ്ങളാൽ പ്രിയമക്കളെ നിറച്ചുകൊള്ളും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗാനം ആരംഭിക്കുന്ന സമയം സ്തോത്ര കാഴ്ച ജൂനിയർ പാട്ട്.
ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സത്യപിതാവേ, ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം ബാലദിന ഞായറായിട്ട് ആരാധിക്കുവാൻ ആഘോഷിക്കുവാൻ ദൈവം നൽകി. ആരാധനയുടെ ആദ്യം വരുന്നതിനെയും ദൈവത്തിൻ്റെ കൃപ പകർന്നു. വചനം ഞങ്ങൾ ശ്രദ്ധിച്ചു. കുഞ്ഞുങ്ങളുടെ ലഘുമായ നന്മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇന്ന് ഈ അർപ്പിക്കപ്പെട്ട കരങ്ങളെ ദൈവം ആശീർവദിക്കണമെന്ന് ആലയിൽ വരുമ്പോൾ വരുകയായി വരരുത് എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കുന്നു. അർപ്പിക്കപ്പെട്ട കാഴ്ചയെ ദൈവം സ്വീകരിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായിട്ട് പ്രയോജനപ്പെടുന്നു. കർത്താവ് അനുഗ്രഹിക്കുകയും വഴിനടത്തുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നു. 2 കാശക്ക വിധവയെ പ്രകീർത്തിച്ച ദൈവം അവരുടെ അധ്വാനം മുഴുവൻ ഇട്ടു എന്ന് യേശു ആ വിധവയെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് നൽകിയ നന്മയുടെ ഒരു അംശം മാത്രമേ സമർപ്പിക്കുവാൻ കഴിഞ്ഞു. കർത്താവെ അർപ്പിച്ച കാഴ്ച സ്വീകരിക്കുകയും പറഞ്ഞു തീരാത്ത എണ്ണി തീരാത്ത നന്മകളുണ്ട് ദൈവം നിറക്കി അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കും. ആ കാഴ്ച അർപ്പിക്കുവാൻ സാമ്പത്തിക ശേഷി അനുവദിച്ചില്ലായെങ്കിൽ കർത്താവെ ആശ്രയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ദൈവമായ കർത്താവെ, കഠിനാധ്വാനങ്ങൾ, ഉപജീവനമാർഗങ്ങൾ, വാഹനം ഓടിച്ചുള്ള ഉപജീവനമാർഗം എല്ലാവരുടെയും കർത്താവെ അങ്ങനെ സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഈ കാണിക്കാൻ സ്വീകരിക്കുകയും ദൈവരാജ്യ വിസ്തൃതിക്കായി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ആലയത്തിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശടി, പ്രത്യേകിച്ച് ആ കുരിശിൻ്റെ ചുവട്ട് ഈ ആലയത്തെ നോക്കി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥനയോടെ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചയെ ദൈവം സ്വീകരിക്കണം. ആവശ്യങ്ങളും കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഈ അർപ്പിക്കപ്പെട്ട ഓരോ ചില്ലി കാശും കർത്താവിന്റെ സന്നിധിയിലാണ് അർപ്പിച്ചതെന്നും ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പലരും ചെയ്യുന്നത് ഇടുകയും അറിയരുത് എന്ന് പറഞ്ഞ ആ യഥാർത്ഥ ദൈവത്തിന്റെ കൽപ്പന കുരിശടിയിൽ ആരെ അർപ്പിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. കർത്താവിനെ അറിയുന്ന കൃപകൾക്ക് ആവശ്യങ്ങളിൽ ദൈവം നിലനിൽക്കുകയും ദൈവത്തിന്റെ അഗാധമായ സ്നേഹവും അനുഗ്രഹവും ഉണ്ടാകുന്ന ടീച്ചർ പ്രാർത്ഥിക്കുന്നു. കാഴ്ചയും ദൈവം സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ അർപ്പിച്ച ഈ വഴിപാടുകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളെയും ദാതാവായി ദൈവമേ, അങ്ങയുടെ മക്കൾ ആദ്യത്തിൽ അർപ്പിച്ചിരിക്കുന്ന ഈ വഴിപാടുകളെ സ്നേഹപൂർവ്വം ഓർക്കണമേ. പ്രത്യേക ആത്മാസുവിനെ അർപ്പിച്ച പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വേൾഡ് ഫണ്ടിനായി പ്രത്യേക കാണിക്കൽ അർപ്പിച്ച പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ നൽകട്ടെ. അങ്ങ് ആശീർവദിച്ചു കൊള്ളണമേ. വിവാഹ വാർഷിക കാണിക്കൽ അർപ്പിച്ച സുനിൽ സി ആൻസി സുനിൽ, കർത്താവെ സുനിൽ ഭവനായി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബജീവിതം ധന്യമാക്കും. ദൈവകരങ്ങളിൽ കർത്താവെ കൊച്ചു കുടുംബത്തെ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാലും നിന്റെ മക്കളെ നിറച്ചുകൊള്ളണമേ. പ്രൊഫസർ ജോർജി പോളിനായി വീടാനുമതിക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കൃപ ശാലം നിവാസിലെ പ്രിയ മക്കളെ ആശീർവദിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അവരുടെ കുടുംബജീവിതത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി അങ്ങ് കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മനാൾ ആഘോഷിക്കുന്ന ആൽഫാസാമിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ കരം കർത്താവെ മകളുടെ പേര് വെച്ച എല്ലാ നന്മകളാലും നിറച്ചു കൊള്ളണമേ. പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ അമ്മേഷിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മകളെ അങ്ങ് അനുഗ്രഹിക്കും. കർത്താവെ വിദേശ കൂടാതെ
സ്വർഗമറിയാൻ സ്തോത്രമാവിശ്വയുടെ അനുഗ്രഹങ്ങളാൽ അപ്പച്ചൻ നിറച്ചുകൊള്ളണമേ. പേരിക്കപ്പെടുത്താതെ ചർപ്പണത്തെ കൈകളിൽ നൽകുന്നു കർത്താവെ. അറിയുന്നല്ലോ കർത്താവെ, നന്മകളാൽ അപ്പച്ചൻ നിറച്ചുകൊള്ളും. അഡ്വക്കേറ്റ് വിപിൻരാജനായി കുടുംബത്തിനായി കർത്താവെ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഗ്രേസ് ഡേയിലെ പ്രിയ കുടുംബങ്ങൾക്ക് അങ്ങ് ദാനമായിട്ട് നൽകി, അങ്ങ് അനുഗ്രഹം നൽകി, അങ്ങ് പരിപാലിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും അപ്പച്ചൻ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയരാജൻ ഭവനായി പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഈ കാണിക്കയെ സ്നേഹപൂർവ്വം കൈക്കൊള്ളണമേ. ഇരട്ടിയായ നന്മ നൽകി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോസസ് ആൻസലത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക്സ് ഓഫറിംഗ് അർപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ അർപ്പണത്തെ സ്നേഹപൂർവ്വം കടാക്ഷിക്കണമേ. നന്മകളാൽ അർപ്പിച്ച് നിറച്ചുകൊള്ളണമേ. പേര് രേഖപ്പെടുത്താതെ അർപ്പിച്ച അർപ്പണത്തെയും അങ്ങയുടെ കരങ്ങളിൽ നൽകുന്നു. അങ്ങ് സ്വീകരിക്കുകയും കർത്താവേ നൽകി കരത്തെ ആസ്വദിക്കുകയും ചെയ്യണമേ. ചന്ദ്രിക സോമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സത്യത്തിലെ ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരണമേ. ഉദ്ദേശമൊക്കെ അറിയാൻ നമ്മുടെ കർത്താവെ പ്രാർത്ഥനയ്ക്കായി അർപ്പിച്ചിരിക്കുന്ന ഈ അർപ്പണത്തെ സ്നേഹപൂർവ്വം അങ്ങ് സ്വീകരിച്ച് കർത്താവെ ആവശ്യപ്പെടുന്ന നന്മകൾ നൽകി സൗഖ്യമേറി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണൻ ചന്ദന ലീലക്കായി ചന്ദ്രലീലക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രതീഷ് കേസിയെ അങ്ങനെ കരങ്ങൾ നൽകുന്ന ജീസസ് ഫാമിലിയിലെ പ്രിയപ്പെട്ടവരെ ആശീർവദിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ദാനമായിട്ട് നൽകുന്ന ദേശം സ്വർഗമറിയാൻ സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി പകരണമേ. ഡി ജോൺ മോസസിനായി ജോനാസ് ഡെയിലെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കരങ്ങൾ നൽകട്ടെ. പ്രിയ മകനെ അങ്ങ് ആശീർവദിച്ചു കൊള്ളണമേ കർത്താവേ. നന്മകളാൽ കർത്താവേ പ്രിയ മകനെ വഹിച്ചു കൊള്ളണമേ. പ്രിയാദോർവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ BBSൽ അങ്ങ് നൽകിയ നല്ല വിജയത്തിനായി സ്തോത്രം. ദൈവമേ കൂടുതൽ നന്മയോടെ ശുശ്രൂഷാരംഗിലായിരിക്കാൻ അപ്പച്ചൻ ശക്തീകരിക്കണമേ. ഏഞ്ചൽ ജനീഫ ജോൺസ് ഡെയിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം പ്രിയമകളുടെ മേൽ വെക്കണമേ. കർത്താവെ ആശീർവദിച്ചു കൊള്ളണമേ. നന്മകളാൽ അപ്പച്ചൻ നിറക്കണമേ. ഈ സ്തോത്ര വഴിപാടുകളെ അങ്ങ് കാണുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സ്വർഗം സഹായിച്ച ഡോക്ടർ സഞ്ജിത പുലസിനെ അങ്ങനെ കരങ്ങൾ നൽകുന്നു. പ്രിയമകളെ അങ്ങ് ആശീർവദിച്ചു കൊള്ളണമേ. നന്മയും അനുഗ്രഹങ്ങളും പ്രിയമകൾക്ക് ധാരാളമായി നൽകും കർത്താവേ. എന്റെ മകൾ അനേകം ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി പകരുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയമകളുടെ മേൽ അങ്ങയുടെ കരം വയ്ക്കണമേ. അനുഗ്രഹ രഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുതിയ വാഹനം കർത്താവെ വാങ്ങുവാൻ ചെയ്തല്ലോ. ഇരട്ടിയായ നന്മ നൽകണമേ. വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ. വാഹനത്തെ ആശീർവദിക്കണമേ കർത്താവെ. എല്ലാ നന്മകളാൽ എന്റെ മക്കളെ നിറച്ചുകൊള്ളും. രാജേഷ്, അഭിലാഷ്, ദിയ, ഏതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഭവനിലെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ആശീർവദിച്ചുകൊള്ളും. ആവശ്യപ്പെടുന്ന നന്മയും അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം അങ്ങയുടെ കരം നീട്ടി വെളിമകൾക്കേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി അർപ്പണവുമായി കടന്നു വരുന്ന അഭിലാ രാജേഷിനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ അർപ്പണത്തെ അങ്ങ് സ്നേഹപൂർവ്വം കടാക്ഷിക്കണമേ. ഇരട്ടിയായ നന്മ നൽകണമേ കർത്താവെ. ഡോക്ടർ TVG വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മകളുടെ ഓഫറിംഗിനായി പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമായ കരം പ്രിയമകളുടെ മേൽ വെക്കണമേ. എല്ലാ നന്മകളും നൽകി പരിപാലിക്കണമേ. സതീഷ് സജീവ് നിവാസിനെ അങ്ങയുടെ കരങ്ങൾ നൽകുന്നു. കർത്താവെ ആവശ്യങ്ങളുടെ അനുഗ്രഹങ്ങൾ നൽകും. ദേശമറിയാൻ സ്തോത്രം. ഇരട്ടിയായ നന്മ നൽകി കാത്തുകൊള്ളണമേ. ഡോക്ടർ സാമിനായി, അമിഷ സ്വാമിനായി, ജെഫ്രി സ്വാമിനായി, ജെറീൻ സ്വാമിനായി പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമായ കരം ഈ കൊച്ചു കുടുംബത്തിന് ധാരാളമായി പകരണമേ. ഈ കുടുംബത്തെ ആശീർവദിച്ചു കൊള്ളണമേ. നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. ജിജിത് മോസസിനായി, അജില ജിജിത്ത്, ഡാനിയൽ ജിജിത്ത്, ദെബോറ ജിജിത്തിനായി പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവം ലളിതാഭവനിലെ പ്രിയ കുടുംബത്തെ ആശീർവദിച്ചുകൊള്ളും. അർപ്പിച്ചിരിക്കുന്ന യാത്രത്തെ സ്നേഹപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ നന്മകളാൽ നിറച്ചു കൊള്ളണമേ. ഫാമിലി ഈ മൗണ്ടിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഈ കാണിക്കെ സ്നേഹപൂർവ്വം കടാക്ഷിക്കണമേ. നന്മകളാൽ നിറച്ചു കൊള്ളണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ അർപ്പണങ്ങളെ എല്ലാം സ്വീകരിച്ചതായിട്ട് നന്ദി. കർത്താവേ രോഗാതുരമായ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങൾ നൽകും. ശാന്ത പള്ളിച്ചലിനായി, ചന്ദ്രരാജൻ ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമായ കരം പ്രിയ മാതാപിതാക്കന്മാരുടെ പേര് വെക്കണമേ. കർത്താവെ ആശീർവദിച്ചുകൊള്ളും. പ്രാർത്ഥിക്കുമ്പോൾ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മക്കളെ അങ്ങത്തോട് ആശീർവദിക്കണമേ. ശ്രീകുമാർ വെള്ളായണിക്കായി, ജോർജ് ലീന ഭവനായി പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രിയ മക്കളുടെ മേൽ പകരണമേ. രോഗസൗഖ്യമേകണമേ. കരം നീട്ടി സ്പർശിക്കണമേ. വിജയമ പള്ളിച്ചൽ, ശോഭനാസുരൻ, ലില്ലി ഭായി, പ്രസന്ന കർത്താവെ പ്രിയപ്പെട്ടവരെ കരങ്ങൾ നൽകട്ടെ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കേൾക്കുകയാൽ നന്ദി.
കർത്താവെ രോഗിക്കിടക്കി മാറ്റിവീഴ്പാൻ ശക്തിയുള്ള ദൈവം കർത്താവെ മക്കളുടെ മേൽ കരുവച്ച് സൗഖ്യത്തോടെ പരിപാലിക്കും. സുരേഷ് കുമാരനായി നിർമ്മല എന്ന പ്രിയ മകൾക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കർത്താവെ കരുണാർദ്രമായ പ്രിയ മക്കളുടെ മേൽ വെക്കണമേ, സൗഖ്യമേകി പരിപാലിക്കണമേ. നിങ്ങൾ അറിയാതെ ആരെങ്കിലും ഭവനങ്ങളിലോ ആശുപത്രികളിലോ കഴിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരസ്പർശനം ഈ സമയം പ്രിയ മക്കളെ അനുഭവിപ്പാൻ പരിപൂർണ്ണ സൗഖ്യം ഉണ്ടാകുക സ്വർഗത്തിലെ ദൈവം എന്ന് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ള കർത്താവിന്റെ ബലവും സംഗീതവും ചെയ്യുന്നുണ്ട്. 47 ഓടിയെത്തിയ കുഞ്ഞുമക്കൾക്കായി ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. വിവിധങ്ങളായ ചിന്താഗതത്തോടെ ഭാരത്തോടെ നിരാശയോടെ കടന്നു വന്ന ജീവിതങ്ങളുണ്ട്. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സ്വർഗത്തിലെ ദൈവം ആണിപ്പഴുതേറ്റ് കരനീട്ട് നിന്റെ മക്കളെ സ്പർശിക്കണമേ. കർത്താവെ തൊടുകയാൽ നന്ദി അർപ്പിക്കുന്നു. സമാധാനത്തോടെ മടങ്ങിപ്പോകുവാൻ സ്വർഗം ഇപ്പോൾ കൽപ്പിക്കുക. രോഗസൗഖ്യങ്ങൾ കർത്താവെ സ്വർഗത്തിലെ ദൈവം നിന്റെ മക്കളുടെ മേൽ അയക്കുകയാൽ കർത്താവെ മനസ്സിന് വേറെ വിഷണരായി ദൈവസനത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ സ്വർഗം കരം നീട്ടി തൊടുകയാണ്. തൊഴിലിടങ്ങളിൽ ഭാരത്തോടെ വ്യഥയോടെ ഭവനങ്ങളിലെ കർത്താവെ നിരാശയോടെ കടന്നു വന്ന ജീവിതങ്ങളിൽ കർത്താവിന്റെ ദൃശ്യമായ കരം വയ്ക്കുകയാണ്. എല്ലാ നന്മകളാലും കർത്താവെ നിന്റെ മക്കളെ നിറച്ചുകൊള്ളും. കുഞ്ഞുമക്കളെ ആശീർവദിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഏതെങ്കിലുമായ പ്രാർത്ഥനകളെ നമ്മളോട് അറിയിക്കുവാനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി സരോജിനി ജിത്തു ഭവൻ 28-ാം തീയതി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ആരാധനയും വളരെ സജീവമായി പങ്കെടുത്തിരുന്ന പ്രിയമ്മയാണ്. പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രിയമ്മയോടൊപ്പം പങ്കുചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മച്ചി ആശുപത്രിയിലായി നടന്ന നിമിഷം തന്നെ അവിടെ കടന്നുപോയി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഭവനത്തിൽ വന്ന് 2 മണിക്കൂറിനകം നിങ്ങൾക്ക് ആ ഭവനത്തിലെത്തി അമ്മയോട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞ ഏറെ ക്ഷീണിതയായിരുന്നു. 28-ാം തീയതി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. സഭ നൽകേണ്ടുന്ന ശുശ്രൂഷകൾ അവർക്ക് അർപ്പിച്ചു. അവർക്ക് നൽകുവാനുള്ള പ്രിയഫുകൾ കൃത്യമായി നമുക്ക് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
എന്നാലും അവരുടെ വിയോഗം ഞങ്ങൾ ഏറെ ഖേദിക്കുന്നു. ആ കുടുംബത്തെ അവരുടെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അടക്ക ശുശ്രൂഷകൾ സഭയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുള്ള വളരെ താല്പര്യത്തോടെ ആ കുടുംബത്തോട് ഒന്നിക്കുകയാണെന്നും നമ്മുടെ ജനങ്ങൾ ആ ഭവനത്തിൽ കടന്നുപോകുന്നു. തിങ്കളാഴ്ച നാളെ 8 മണിക്ക് സ്മരണ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലും പങ്കുചേരുവാൻ ഓർമ്മപ്പെടുത്തട്ടെ. കുടുംബം എഴുന്നേറ്റ് നിന്ന് ആ ദിവസമായി ഒരു നിമിഷം മൗനം ആചരിച്ച് നമുക്ക് അമ്മയുടെ കുടുംബത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ കർത്താവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് ഓർമ്മിച്ച സർവോജനി എന്ന മാതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. അവർ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലയളവിൽ കർത്താവിനോടുള്ള സ്നേഹത്തെ ആലയത്തിലെ ശുശ്രൂഷയിൽ വളരെ ശുഷ്കാന്തിയോടെ തീക്ഷ്ണതയോടെ കടന്നു വന്ന പ്രിയ മാതാവ് ഈ ലോകത്തിൽ ജീവിച്ചിരുമ്പോൾ ചെയ്ത വചനപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും മാതൃകയാക്കുവാൻ നിങ്ങൾ എല്ലാവരെയും സഹായിക്കണം. മരണം ദുഃഖമാണ് എങ്കിലും മരണപ്പെട്ട മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്കിനി ദുഃഖമില്ല, കഷ്ടതയില്ല. ഈ ലോകത്തിലെ യാതൊരു പ്രതിസന്ധിയും അവരെ ബാധിക്കില്ല. കർത്താവിൻ്റെ കരത്തിലാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു നാൾ ഞങ്ങളും ഈ കാര്യത്തിലേക്ക് കടക്കേണ്ടതാണ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ വരവ് ആസന്നമായാൽ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കണം. അല്ല, ഞങ്ങൾക്ക് അതിന് മുമ്പാണ് നടണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് വേണം. അത് ചിന്തിക്കുക. ഓരോ മരണവും ഞങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. കർത്താവായ ദൈവത്തെ ദുഃഖാന്തരായ ഭവനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അടക്ക ശുശ്രൂഷ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ അങ്ങ് പകരുന്ന നാട്ടുപത്രം പ്രത്യേകിച്ച് ഈ ആലയത്തിലെ പൂർണ്ണ പങ്കാളിത്തമായിരിക്കുന്ന സതീഷിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രിയമക്കളുടെ ദുഃഖത്തിലും കണ്ണുനീരിലും കർത്താവാശ്വാസം പകർന്ന് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് ഞങ്ങൾ അനുശോചനം അർപ്പിക്കുന്നു. ആശ്വാസം മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം. സത്യപിതാവേ, നമ്മുടെ സഭയിൽ ഓർത്തത്തോട്ടത്തിൽ ആവശ്യമാണ് എടുത്ത് അറിയിച്ചിരുന്നല്ലോ. എല്ലാ കളേഴ്സിനും നമ്മുടെ പച്ച നിറം 2, വെള്ള നിറം 2 എല്ലാത്തിനും കാളായിട്ടുണ്ട്. സന്തോഷത്തോടെ കൊടുക്കുവാൻ സമ്മതിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. ആദ്യത്തെ സെറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത്തിരി പണികളുള്ളത്. ആദ്യത്തെ സെറ്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ നോട്ടീസാണ് ആദ്യത്തെ സെറ്റ് സഭയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മകനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം ഈ പ്രവൃത്തിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സഭയുടെ ആവശ്യത്തിനായി അന്വേഷിക്കാൻ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സത്യസ്ഥനായി സഭയുടെ ഓൾട്ടർ പ്രവൃത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടെ സഭയെ ഭംഗിപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ശുശ്രൂഷകൾ അർത്ഥപൂർണ്ണമാക്കുവാനും മകൻ അർപ്പിച്ചിരിക്കുന്ന ഈ അർപ്പണത്തെ സ്നേഹപൂർവ്വം കൈകൊള്ളണമേ. ഇരട്ടിയായ നന്മ നിന്റെ മകൻ കുടുംബത്തിലുണ്ടാകുമായിട്ട് നൽകി. കർത്താവിനെയും നൽകുവാൻ താല്പര്യത്തോടെയായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ആശ്രയിക്കും. സഭയിൽ കർത്താവെ വ്യത്യസ്തമായ സന്തോഷകരമായ കർത്താവെ നിറഭേദങ്ങൾ ഞങ്ങൾ നൽകി. കർത്താവെ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഞങ്ങൾ എല്ലാവരെയും ആശ്രയിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശീലനയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയിൽ വയ്ക്കട്ടെ. ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെ ഈ ആലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഏറെ വിലപ്പെട്ടതാണ്. ഇന്ന് ആംഗ്ലിക്കൻ ശൈലിയിലുള്ള ഒരു ആരാധനയാണ് നമ്മുടെ മക്കൾ നമുക്കായി അർപ്പിച്ചത്. എല്ലാ പ്രൊസഷനും ഒക്കെ ഉണ്ടായിരുന്നു. പ്രൊസഷൻ ഉണ്ടായിരുന്നു. പ്രൊസഷനും കുഞ്ഞുങ്ങളുടെ നേതൃത്വത്തിലുണ്ടാകും. നമ്മുടെ മക്കളുടെ ആരാധന ഏറെ ഹൃദ്യമാണ്. കുഞ്ഞു വാക്കുകൾ ചിലതൊക്കെ തെറ്റുകളൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കാണുമ്പോൾ കുഞ്ഞു മക്കൾ
വീഴുമ്പോൾ നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിച്ച് അടക്കമാറാക്കുന്ന പോലെ അവരുടെ അധ്യാപകരെ വളരെ ശ്രദ്ധയോടെ അവരെ പഠിപ്പിച്ച നമ്മുടെ മുമ്പിൽ നിർത്തി നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. യേശു കർത്താവ് ഏറെ സന്തോഷിച്ച ഒരു ദിവസമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. കുഞ്ഞുമക്കളുടെ ദൈവം ആണ് നമ്മുടെ കർത്താവ്. കുഞ്ഞുമക്കളെ ഏറെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരുടെ ആരാധന ഏറെ ഹൃദ്യമായിരുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും അതിൽ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർ എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ച നമ്മുടെ മക്കൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ പാരൻസ് എല്ലാം പള്ളിയിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ആരാധന ഉണ്ടായിരുന്നു. ആ ദിവസങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ നമ്മുടെ മക്കളാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത്. വേഴം വെള്ളി ശനി യുവജന വാദജന കൺവെൻഷനായിരുന്നു. ടീം ഗാലക്സിയ എല്ലാ വചനമാണ് നമ്മുടെ മുമ്പിൽ. എല്ലാ പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് കഴിയും. നല്ലൊരു ശുശ്രൂഷയായിരുന്നു. നമുക്കായി നൽകിയ ബാധനസഖ്യത്തിലെ കമ്മിറ്റികളെയും യുവജന സഖ്യ കമ്മിറ്റികളെയും പ്രത്യേക ദൈവാഗ്രഹങ്ങളിൽ വഹിക്കുന്നു. ശ്രദ്ധയായുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ശ്രീദേവി കൊച്ചിനയോട് അജില രാജനോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും സഭയായി സന്തോഷത്തോടെ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. മറ്റ് സംഘടനകൾ ഇതുപോലെ ആരാധനകൾക്ക് തുടർന്ന ദിവസങ്ങളിൽ നേതൃത്വം നൽകും. എന്നാൽ നമ്മുടെ ലേലം ആരംഭിച്ചു കഴിഞ്ഞ സൃജന സഖ്യത്തിന്റെ കമ്മിറ്റി ഉണ്ടാകും. സൃജന സഖ്യത്തിന്റെ കുടുംബവാരം അടുത്തു വരുന്നു. സൺഡേ സ്കൂളിന്റെ വിദ്യാഭ്യാസവാരം അടുത്തു വരുന്നു. അതിനായി ഒരുങ്ങുവാനായി ബന്ധപ്പെട്ടവരോട് ആലോചനയായി അറിയിക്കും. സുവനീറിനെ കുറിച്ച് നിങ്ങളോട് അറിയിച്ചിരുന്നുവല്ലോ. സുവനീറിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരുന്നു. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ആർട്ടിക്കിളുകൾ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആർട്ടിക്കിളുകളും ഇത്രയും വേഗം എത്തിക്കുവാനായിട്ട് പ്രത്യേക ആലോചനയായി അറിയിക്കും. ഇന്ന് അർദ്ധവാർഷിക ലേലമാണ്. ആരാധനയ്ക്ക് ശേഷം ആരാധന കഴിഞ്ഞ മുമ്പ് തന്നെ ലേലം ഹാളിൽ ആരംഭിക്കുകയാണ്. താല്പര്യത്തോടെ കൊടുക്കുന്നവനെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. അർദ്ധവർഷമാകുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകൾ ഏറെയാണ്. അറിയാം, ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ കാലമാണ് ഓണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം നൽകിയ നന്മകൾക്ക് നമ്മൾ എത്ര കൊടുത്താലും മതി വരും. എത്ര കൊടുത്താലാണ് മതി വരുന്നത്. നിയാനിച്ചുള്ള ദൈവത്തിൻ്റെ ഒന്ന് വലിച്ചിട്ട് പുറത്ത് വിട്ടില്ല എങ്കിൽ, ശ്വാസം പോയില്ല എങ്കിൽ നമ്മളൊക്കെ കൂടി മാത്രമാണ്. അത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ. വളരെ നിസ്സാരമില്ല. ഈർപ്പുകളൊക്കെ സമാനമാണ്, പുൽച്ചെടി പോലെ. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകിയ നന്മകൾ ദൈവത്തിന് അർപ്പിപ്പാൻ നാം കടപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ദൈവത്തിന്റെ ഭാഗമാകാൻ കൊണ്ടുവരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാലിൽ നിങ്ങളുടെ തുമ്പികൾ സമർപ്പിക്കാം. ആരെങ്കിലും എന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, ഞായറാഴ്ച കൊണ്ടുവരാം. എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങളും നിങ്ങൾ കഴിയുന്നത് സഭയുടെ ശുശ്രൂഷകൾ നൽകി അതിൻ്റെ പങ്കാളികളാകുന്ന സ്നേഹപൂർവ്വം ആലോചനയായി അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുകയാണ്. എന്ന ആരാധന ശേഷം ചായ സർക്കാരോട് നമുക്ക് ഒരുമിച്ച ആ ചായ സർക്കാരിൽ നിന്ന് നമുക്ക് നടത്തുന്ന സുജിത് ലളിതാഭവന് ബാലജന യുവജന സഖ്യത്തിലെ കമ്മിറ്റിയുമാണ്. പ്രിയപ്പെട്ടവർ നമുക്ക് കാപ്പിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിച്ച് ആ ലേലത്തിൽ കൂടെ പങ്കുകൊണ്ട് ലേലം സൈഡ് നടക്കും, ഇപ്പുറത്ത് നടക്കും. എല്ലാവരും ഭാഗമാകണമെന്നാണ് സ്നേഹപൂർവ്വം ആലോചനയെ അറിയിക്കട്ടെ. നിങ്ങളെല്ലാവരും വിളിക്കാനൂടെ സഹകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം സ്നേഹപൂർവ്വം അറിയിക്കും. ഇന്ന് സംഘടന ആരാധന ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേക ആലോചനയെ അറിയിക്കട്ടെ. CYF കലാമത്സരം സെപ്റ്റംബർ മാസം 21, 28 തീയതികളിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ ഇവരും സഹകരിക്കാനായി സ്നേഹപൂർവ്വം ഡിസ്ട്രിക്ട് വിമൻസ് ഫെലോഷിപ്പിന്റെ കലാമത്സരമാണ് നമ്മളോട് പറഞ്ഞത്. ശ്രദ്ധയോടെ അതിൻ്റെ ഭാഗമാക്കുവാൻ സ്നേഹപൂർവ്വം ആലോചനയായി അറിയിക്കും. പരമീയം സൃജന സഖ്യത്തിന്റെ CSI പരമീയം സൃജന സഖ്യത്തിന്റെ ഒരു ലക്കി ബിബ്ലിയ 2025 എന്ന പേരിൽ ബൈബിൾ ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയാണ്. എൻ്റെ കോൺഫ്ലിക്റ്റുകൾ വന്നിട്ടുണ്ട്. സൃജന സഖ്യത്തിന് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കുചേരാവുന്നതാണ്. മറ്റ് സഭകളിൽ ഇലക്ഷൻ പ്രൊസീജിയറുകളൊക്കെ ആരംഭിക്കും. നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തീരുമാനമനുസരിച്ച് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടുമാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. പ്രകാരം നമുക്ക് ഫൈനൽ വോട്ടർ പട്ടിക ഇല്ല. ഇന്നാണ് 4 മണിക്ക് സഭാ കമ്മിറ്റി കൂടി കരട് പട്ടിക നമ്മൾ തയ്യാറാക്കി. എന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. നമ്മൾ ആ പ്രോസസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 7-ാം തീയതി വരുന്ന ഞായറാഴ്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. 14-ാം തീയതി ഇലക്ഷൻ നടത്താനായിട്ട് കഴിയുമെന്നതാണ് നമ്മുടെ
പ്രതീക്ഷ എല്ലാവരും പ്രാർത്ഥനയോട് സ്വീകരിക്കുക. കാരണം ഇന്ന് നമ്മൾ പ്രസിദ്ധീകരിച്ച എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ എന്നെയോ പ്രിയപ്പെട്ട അച്ഛനെയോ ഏൽപ്പിക്കാവുന്നതാണ് കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഒരുങ്ങുവാനായിട്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരുമയോടും സ്നേഹത്തോടും ഐക്യത്തോടും സൗഹാർദ്ദത്തോടും ഒരുമയോടെ പോകാനായിട്ട് കഴിയുമെങ്കിൽ നല്ലതാണ് എന്ന കാര്യം അച്ഛനെന്ന നിലയിൽ തങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോൾ പരസ്പരം ആശയവിനിമയം നടത്തി സ്നേഹത്തോട് സൗഹാർദ്ദപരമായി ഈ ഒരു ഭരണ സാരഥികളെ ശുശ്രൂഷാ സാരഥികളെ നമ്മൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വിജയമായിരുന്നു എന്ന കാര്യം ഉറപ്പെടുത്തി അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഭയായ കുടുംബങ്ങൾ അതിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആലോചനയായി അറിയിക്കുകയാണ്. ഈ 2-ാം തീയതി മുതൽ കുറച്ച് ദിവസം കാണില്ല. ബിഷപ്പിന്റെ പാസ്പോർട്ട് പെർമിഷൻ വാങ്ങി ഒരു യാത്ര ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളോടെ സ്നേഹമുള്ള പ്രേമാംശനമായി കോൺടാക്ട് ചെയ്യുവാനായിട്ട് പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിവാഹ രഹസ്യം നിയമം CSC നിയമം ഇടവകയിൽ ശ്രീ ആർക്കി പ്രിൻസ് ശ്രീമതി ജലജ ഇവരുടെ മകൻ സച്ചിൻ പ്രിൻസ് വെള്ളറട ഡിസ്ട്രിക്റ്റിലെ FMCSC വെള്ളറട സഭയിൽ ശ്രീ DS സജിത് കുമാർ ശ്രീമതി SR സുരാജിനുടെയും മകൾ നിമ SS തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സംബന്ധിച്ചിരിക്കും. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആരെങ്കിലും സകാരണം തെളിയിക്കാമെങ്കിൽ ആ വിവരം ഇന്ന് മുതൽ 3 ദിവസത്തിനകം എന്നെ രേഖാമൂലം അറിയിക്കേണ്ടതാകുന്നു. ഇത് 2ാമത്തെ പരസ്യം. ഒരു നിമിഷം പ്രിയ മക്കൾക്ക് വേണ്ടി നമുക്ക് കണ്ണുകൾ അടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല കുടുംബത്തിന് പേര് വരുവാൻ കാരണഭൂതനായ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, പ്രിയപ്പെട്ട മക്കളായ പ്രിൻസിനെയും നിമയെയും മകളുടെ കരങ്ങളിൽ നൽകുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ പ്രാർത്ഥനയോടുകൂടിയുള്ള പ്രിയ മക്കളെ അങ്ങ് ആശീർവദിച്ചു കൊള്ളണമേ. കർത്താവിന്റെ ജീവിതം ധന്യമാകുവാൻ നിയമം ഇടവകയായി പ്രാർത്ഥിക്കുന്നപ്പ പ്രിയ മക്കളുടെ ജീവിതത്തെ ധന്യമാക്കണമേ. വാഹശുശ്രൂഷകൾക്കായി എളിയ കുടുംബം ഒരുക്കപ്പെടുമ്പോൾ ആ കുടുംബത്തോടൊപ്പം അങ്ങനെ കൃപയുണ്ടാകണമേ, അങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അപ്പച്ചൻ നിറച്ചുകൊണ്ടും ആശീർവദിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ച വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുടെയും ലിസ്റ്റ് നമുക്ക് വായിച്ചു. വരുന്ന ആഴ്ചയിൽ ഇന്ന് ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ ചന്ദ്രിക ഇടയ്ക്കോട് നിൽക്കുന്നത്, ജോയസ് ഷാലി കോൺവെന്റ്, രാകേഷ് ചന്ദ്ര CS മാവുന്നില്ല, ജിൻസി S മായങ്കോട്, ലീല ജോർജ് വീരാഭവൻ പൂവൻകുള, ഡോക്ടർ വിറ്റി അജയ് ഭീമോണ്ട് തരക്കമുള്ള, ആനി ജെസിൻ കനാൻ പാലൂർക്കുണം. ഈ ആഴ്ചയിൽ ജന്മനാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സഭയുടെ പേരിൽ എല്ലാവിധമായ ആശംസകൾ അർപ്പിക്കുകയും അവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുകയും ചെയ്യും. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രീ റെനി ഫ്രെഡ് ആൻഡ് ശ്രീമതി വിജ സീലാൻ പാറോട്ടുകുണം, ശ്രീ ബാലചന്ദ്ര രാജ് ആൻഡ് ശ്രീമതി ശോഭന രാജ് ശോഭാഭവൻ നിയമം, പ്രേംജിത് ലാൽ ആൻഡ് ശ്രീമതി വിജയകുമാർ വിജയഭവൻ നടുവത്ത്, ശ്രീ രാകേഷ് ചന്ദ്ര ശ്രീമതി ഉഷാറാണി മാവൂർ നിന്നുള്ള, ബ്രദർ സി റോബർട്ട് സാം ആൻഡ് ശ്രീമതി ശോഭ സാം ബഹേൽ, ശ്രീ സെബാസ്റ്റ്യൻ ബേബി ആൻഡ് ശ്രീമതി രമണി സെബാസ്റ്റ്യൻ AP ലൈൻ, ശ്രീ രാജേന്ദ്രൻ ആൻഡ് ശ്രീമതി ഉഷ രാജേന്ദ്രൻ ഉഷാഭവൻ മകൾ. ഈ പ്രിയപ്പെട്ടവർ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം ദൈവം അനുഗ്രഹിച്ചു. ഇത്രയും നാൾ ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ വഹിച്ചു. അവരുടെ കുടുംബജീവിതം ഇനിയും കുടുംബത്തോട് ഇമ്പമുള്ളതായി തീരുമാനം. യേശു കർത്താവ് ആ ഭവനങ്ങളുടെ നായകനായി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ. അവർക്ക് എല്ലാവിധമായ വിവാഹ വാർഷിക മംഗളങ്ങൾ നേരുകയും സഭയായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകും. കുഞ്ഞുമക്കളുടെ നൽകി പാരമ്പര്യത്തിലേക്ക് മാറണം. പാരമ്പര്യത്തിലെ കുഞ്ഞുങ്ങൾ
നിങ്ങൾ ആരെങ്കിലും ബാക്കിലിരിക്കുന്നെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാൻ അവരെയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബാലശക്തിയിലേക്ക് മക്കൾ ഫ്രണ്ടിലേക്ക് പോകണം. അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുക. ആദ്യം സദൃശവാക്കി 4:1-13 വരെ നമ്മുടെ മുമ്പിൽ ചൊല്ലുകയാണ്. അവരുടെ സമർപ്പണത്തിന്റെ അടയാളമായ വാക്കുകൾ നമുക്ക് അനുസരിക്കാം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് നമുക്ക് ചേർക്കാം. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വേഗം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സംതൃപ്തി ഉപദേശിച്ചത് എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവനെന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് നിങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാം, ജ്ഞാനം സമ്പാദിക്കാം, വേഗം നേടുക, മറക്കരുത്. എൻ്റെ വചനങ്ങളെ വ്യക്തമാകുകയില്ല. അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക. എൻ്റെ സകല സമ്പാദിത്താലും വേഗം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാലാണിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചിന്തിക്കും. മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ അതിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുന്നു വരികയും ഓടുമ്പോൾ നീ ഇടറുകയും. പ്രബോധനം നിറവേറ്റിയ വിട്ടുകളെ അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനാണ്. ഈ വചനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉറവായി തീരുന്ന ദൈവം സഹായിക്കട്ടെ. ആമേൻ. എല്ലാവരും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്തോത്രം. പൈനങ്ങളുടെ സ്നേഹിതനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അവരുടെ കൃതജ്ഞതകളിൽ സ്വർഗം കേട്ടതിനായിട്ട് നമ്മെ സമർപ്പണ പ്രാർത്ഥനയ്ക്കായി പ്രിയ മക്കൾ അങ്ങയുടെ മുമ്പാകെ ആയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ കുടുംബമായി, ഞങ്ങളുടെ സഭാകുടുംബമായി ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ ആലയത്തിൽ ആരാധന അർപ്പിച്ച് വിജയാളികളായി ഞങ്ങളുടെ കുഞ്ഞുമക്കൾ നിൽക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കാൻ സ്തോത്രം. നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരെയും ആശീർവദിച്ചു. ഇവരുടെ ജീവിതങ്ങൾ ധന്യതയുടെ ജീവിതങ്ങളായി മാറുവാൻ, ധന്യമായി തീരുവാൻ, അവരുടെ പഠനങ്ങളിൽ മികവ് പുലർത്തുവാൻ സ്വർഗം കർത്താവെ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അപ്പശം തൊട്ടതിനായിട്ട് വാങ്ങി കർത്താവെ സന്തോഷം. അന്ന് തൊട്ടതിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ഈ സഭാകുടുംബം നാളെ കാണുവാൻ ഇടയാക്കുകയാൽ ഞങ്ങൾ നന്ദിയർപ്പിക്കുന്നു. കർത്താവെ നല്ലൊരു തലമുറയായ സഭയിൽ ഞങ്ങളുടെ മക്കൾ വളർന്നു വരുന്നത് ഞങ്ങൾ കാണുവാൻ കൃപ ചെയ്യും. ഞങ്ങൾ എല്ലാവരെയും അപ്പച്ചൻ ആശീർവദിച്ചതായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് തന്നെ 212-ാമത്തെ ഗീതപാഠം പ്രദർശനാണ്. കുഞ്ഞുങ്ങൾ വരിവരിയായിട്ട് അതിന് പുറത്തേക്ക് ഈ ക്രൂശുമായിട്ട് പോവുകയാണ്. ഇപ്പോൾ ആഗ്രഹത്തിന്റെ ഭാഗമാകുവാൻ സ്നേഹപൂർവ്വമാണ് 212.
കാണുവാൻ, ആരാധന ഭവേദ്യമാക്കുവാൻ ഈ സഭാജനത്തെ അങ്ങ് ഒരുക്കിയതായിട്ട് നന്ദി. ഞങ്ങളുടെ എല്ലാവരെയും സമാധാനത്തോടെ പറഞ്ഞേക്കണമേ. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രബന്ധുവാൻ ഉള്ളാലോചന അങ്ങ് ഞങ്ങൾക്ക് നൽകിയതായി സ്തോത്രം. അടിയനടിക്കണമേ എന്ന വാക്കുകൾക്ക് കാതോർത്ത അത് പ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ശക്തീകരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തോടെ ആശീർവാദങ്ങളെ പിതാവായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ കുഞ്ഞുമക്കളോടും ഈ ആരാധനാലയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ദേശത്തോടും എല്ലാം